അതെ, നമുക്കൊന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ അത് ഹോം മെയ്ഡ് ഫ്രൈഡ് റൈസ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. അപ്പം ഒന്ന് ഉണ്ടാക്കി വെക്കാന്ന് വെച്ചാൽ ആദ്യം ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയില്ലെങ്കിൽ മാഗ്നേറ്റ് ചെയ്യുക. ക്യാരറ്റ്, ക്യാപ്സിക്കം, പച്ചപ്പയർ, കേബേജ് ഇതൊക്കെ കുനുകുന അരിഞ്ഞു വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്മതി റൈസ് അങ്ങനെയാണെന്ന് തോന്നുന്നു അത് നമ്മൾ വേവിച്ച് വെക്കണം. എന്നിട്ട് സവാള ഇടുക, വാട്ട. ഈ വോയിസ് ഓവറിന്റെ ബാക്കിൽ ഒരു ബോ കുറച്ച് കേൾക്കും. അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ, അതവിടെ കിടന്ന് കുറച്ചോണ്ടിരിക്കുന്നേ. അങ്ങനെ സവാള വാടി വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ വെജിറ്റബിൾസ് ഇല്ലേ അതങ്ങനെ ഇത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടാവുണ്ട് അതിങ്ങനെ പിച്ചി മാന്തി ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ മണം എടുത്തിട്ട് ഒരാളാണെങ്കിൽ അടുക്കളയിൽ നിന്ന് പോകുന്നേ ഇല്ല, ഇതാട്ടോ ആള്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട ചിക്കൻ വറുത്തെടുക്കണം. ഇനി പണിയൊക്കെ തീർന്ന് ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്യുക. വെജിറ്റബിൾ മിക്സ് ചെയ്യുക, അതിന്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. കളർ വേണമെന്നുള്ളവര് കാശ്മീരി ചില്ലി പൗഡർ, അത് ഇനി ഞങ്ങൾക്ക് അത്ര കളറൊന്നും വേണ്ട, സാധാ എരിയൊക്കെ മതി എന്നുള്ളതുകൊണ്ട് സാധാ മുളക് പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് മിക്സ് ചെയ്യുക. ചിക്കൻ ആഡ് ചെയ്യുക, പിന്നെ സോയാ സോസ് ആഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യണം. ഞങ്ങളുടെ അമ്മയാണെങ്കിൽ 3-4 ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് റൈസ് ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു, നമുക്ക് അടിപൊളി ഫ്രൈഡ് റൈസ് കിട്ടും. അപ്പം ഇങ്ങനത്തെ വീഡിയോസിനായി പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇത്രയുള്ളൂ കേട്ടോ. താങ്ക് യു.